ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. കലിപ്പ് അല്പം കുറഞ്ഞെങ്കിലും മുഴുവനും തീരാതെ മഴ ഇപ്പോഴും ചന്നം പിന്നം പെയ്യുന്നുണ്ട്. കാലം തെറ്റിപ്പെയ്ത മഴയിൽ ആകെ നനഞ്ഞു കുളിച്ചാണ് ആവണി വീട്ടിൽ വന്ന് കയറിയത്. വേഗം പോയി കുളിക്കൂട്ടിയേ, ഇല്ലാച്ചാ നീരിറങ്ങും എന്ന അമ്മയുടെ ആജ്ഞപ്രകാരം ആവണി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. അവിടെയുള്ള മഴ നനയാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. തണുത്ത ജലത്തുള്ളികൾ അവരുടെ ശരീരത്തെ തണുപ്പിക്കുന്നുണ്ടെങ്കിലും തലയിൽ മുഴുവൻ ചൂട് കാറ്റ് വീശുകയാണ്. ആരാണ് അയാൾ? ദേവേട്ടനെ പോലെ തന്നെ. ഇനി ദേവേട്ടൻ തന്നെയാണോ? ഹേ, അല്ല, ദേവദേവൻ എന്നല്ലേ പേര് പറഞ്ഞത്? കാൻഡിൽ ലൈറ്റ്സ് ഗ്രൂപ്പ്, മെഴുതിരി വെട്ടം. ആലോചിക്കും തോറും അവൾക്ക് വട്ടായി. താൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, കണ്ടെത്തണം. അവൾ വേഗത്തിൽ കുളിച്ച് പുറത്തിറങ്ങി. ആ രഹസ്യത്തിലേക്കുള്ള ആദ്യത്തെ നീക്കം പോലെ അവൾ ഫോൺ എടുത്ത് ഒന്ന് സംശയിച്ചെങ്കിലും ദേവന്റെ നമ്പർ സെലക്ട് ചെയ്തു. തറവാടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിലിരുന്ന് നാമം ജപിക്കുകയായിരുന്നു ഉമ. ഉമ്മറത്തെ അരമതിലിൽ ദേവനും. റിങ് ചെയ്യുന്നത് കേട്ട് ദേവൻ ഫോണിലേക്ക് നോക്കി. ഡിസ്പ്ലേയിൽ ആവണിയുടെ മുഖം കണ്ട് അവൻ കള്ളത്തരം കാണിക്കുന്ന കുട്ടിയെപ്പോലെ ഒന്ന് ഞെട്ടി. അവന്റെ കണ്ണുകൾ ഉമയിലേക്ക് നീണ്ടു. ഉമ അവനെ തന്നെ നോക്കുന്നു. ദേവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. ആവണി, ദേവേട്ടൻ തിരക്കിലാണോ? അല്ല, നീ എന്താ ഈ നേരത്ത്? ആരെങ്കിലും അറിയുമോ എന്ന ഭയത്താൽ രാത്രിയിൽ മാത്രമേ അവർ സംസാരിച്ചിരുന്നുള്ളൂ. പകൽ സമയങ്ങളിൽ അവരുടെ സംഭാഷണങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിൽ ഒതുങ്ങുകയാണ് പതിവ്. ഈ നേരത്ത് അവൾ കോൾ ചെയ്തത് എന്തെങ്കിലും കാരണമുണ്ടാവുമെന്ന് അവന് തോന്നി. ഞാൻ ചുമ്മാ വിളിച്ചതാ, പ്രത്യേകിച്ചൊന്നുമില്ല. ദേവൻ നെറ്റിച്ചുളിച്ചു. എന്തോ ഉണ്ട്, അല്ലെങ്കിൽ നീ ഇപ്പോൾ വിളിക്കില്ല. ആവണി ഒന്ന് പരിങ്ങി. ഒരു വിശ്വസനീയമായ കള്ളം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ളത് ദേവൻ തോണ്ടി പുറത്തിടുമെന്ന് അവൾക്കറിയാം. ക്ലാസ് കഴിഞ്ഞ് നേരത്തെ എത്തി, അപ്പോ വെറുതെ അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. ദേവേട്ടനോട് താൻ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അവൾ കുറ്റബോധത്തോടെ ഓർത്തു. വൈകാതെ തന്നെ ഈ കള്ളം തിരുത്തണമെന്നും അവൾ നിശ്ചയിച്ചു. പക്ഷെ അവനോട് അങ്ങനെ പറയുമ്പോൾ അവളുടെ ശബ്ദം ആർദ്രമായത് അവൾ പോലും ശ്രദ്ധിച്ചില്ല. പക്ഷെ ദേവൻ അതറിഞ്ഞു. അവനിൽ പേരറിയാത്ത ഒരു ഭാവം ഉടലെടുത്തു. ദേവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവേട്ടാ, ഞാൻ വിളിച്ചത് പ്രോബ്ലം ആയെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഹേയ്, എന്ത് പ്രോബ്ലം പെണ്ണേ? ദേവേട്ടൻ റൂമിലാണോ? അവൻ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കണം എന്ന് നിശ്ചയിച്ച് അവൾ ചോദിച്ചു. അല്ല, കുളക്കടവിലാണ്. അത് കേട്ട് അവളുടെ നെഞ്ചിൽ ഒരു നീറ്റലുണ്ടായി. അത് മറയ്ക്കാനായി അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ആ നിശ്വാസത്തിന്റെ അർത്ഥം ദേവനിലും ആ വേദനയുടെ പ്രതിഫലനം സൃഷ്ടിച്ചു. ദേവേട്ടൻ ഇന്ന് കറണ്ട് ഉണ്ടാക്കാൻ പോയില്ലേ? ഇല്ല, ഇന്ന് മീൻ പിടിക്കാൻ പോയേക്കുമായിരുന്നു. എന്തേ, ബണ്ട് തുറന്നോ? എന്നിട്ട് ഇന്നലെ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞില്ല. രാവിലെ വിഷ്ണു വന്ന് എന്നെ വിളിക്കുമായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നാ പറഞ്ഞത്. എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. സാരമില്ല, ഇനി അതിന് സങ്കടപ്പെടണ്ട. അപ്പോൾ ഇന്ന് പകൽ മുഴുവൻ വെള്ളത്തിലായിരുന്നു അല്ലേ? അതെ. ദേവൻ പെട്ടെന്ന് എന്തോ ഓർത്തു ചോദിച്ചു. അല്ല, നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ രണ്ടും കൂടി തന്നെയാ ഉദ്ദേശിച്ചത്. ഓ. ആ സംസാരം അവസാനിപ്പിച്ചപ്പോഴേക്കും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. എങ്കിലും അവൾ അതൊന്നുകൂടി ഉറപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ ഫോൺ എടുത്തു. എന്തേ? ഏട്ടാ, ഒരു കാര്യമുണ്ട്. പറയേ. നാട്ടിൽ ഇന്ന് ബണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ദേവേട്ടൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഒന്ന് ഉറപ്പിക്കണം. മറ്റാരും അറിയരുത്. ബണ്ട് പൊട്ടിച്ചത് ഞാനും അറിഞ്ഞു. ആരോ മാഷിയും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദേവൻ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റാറ്റസ് പിക്സിൽ ഞാൻ അവനെ കണ്ടു. അവനില്ലാതെ വരില്ലല്ലോ. അതെ, പക്ഷെ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിയേണ്ടത്. എന്താ പ്രശ്നം? ഉണ്ട്, അത് പറയാം. അതിനു മുമ്പ് ഏട്ടൻ ഇതൊന്ന് അന്വേഷിച്ചുറപ്പിക്ക്. ശരി, ഞാൻ വിളിക്കാം. 10 മിനിറ്റുകൾക്ക് ശേഷം ദേവൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആയുഷ് ആവണിയെ വിളിച്ചു. അങ്ങനെയെങ്കിൽ ദേവദേവൻ ആര്?
അതൊരു വലിയ അസ്വസ്ഥതയായി അവളിൽ വളരാൻ തുടങ്ങി. തങ്ങളുടെ തറവാടിനെ പോലും പിടിച്ചു കുലുക്കാൻ കഴിവുള്ള ഒരു ബോംബ് എവിടെയോ പൊട്ടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവൾ അത്യധികം ഭീതിയോടെ ഓർത്തു. രാത്രി. ആവണി ഇനിയും പുതുതായി എന്ത് പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്? അറിയാഞ്ഞിട്ട് ആയുഷിന് ഇരുപ്പുറച്ചില്ല. അവളെന്താ ഈ നേരമായിട്ടും വിളിക്കാത്തത്? അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതി അവൻ അവളെ വിളിച്ചു. ഏട്ടാ, ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്താടാ പുതിയ പ്രശ്നം? അവൾ നടന്നതെല്ലാം അവനോട് പറഞ്ഞു. അവന് കേട്ടതൊക്കെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. എല്ലാം കേട്ടു കഴിഞ്ഞൊരു ഞെട്ടലോടെ അവൻ ചോദിച്ചു, നീ കണ്ടത് ദേവനെ പോലെ ഒരാളെയാണെന്ന് ഉറപ്പാണോ? പോലെയല്ല, ദേവേട്ടൻ തന്നെ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇറ്റ്സ് മേ ബി വെരി സീരിയസ് ഇഷ്യൂ. അതെ, എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ദേവദേവൻ ആരെന്ന് കണ്ടെത്തണം. ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ആശങ്ക അവനെ വന്ന് പൊതിഞ്ഞു. കാൻഡിൽ ലൈറ്റ്സ് ഗ്രൂപ്പ് എന്ന ബോർഡ് വെച്ച വലിയൊരു ബിൽഡിങ്ങിന് മുന്നിലെ അതിനൊത്ത ഗേറ്റിന് മുന്നിൽ ആ കാർ വന്നു നിന്നു. യൂണിഫോം ഇട്ട സെക്യൂരിറ്റി വലിയ ഭവ്യതയൊന്നുമില്ലാതെ വന്ന് കാർ തടഞ്ഞു നിർത്തി കാര്യം അന്വേഷിച്ച ശേഷം അകത്തേക്ക് കടത്തിവിട്ടു. പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിന്ന കാറിൽ നിന്നും ആവണിയും ആയുഷും ഇറങ്ങി. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആകാംക്ഷ നിറഞ്ഞ ഒരു ഭയമായിരുന്നു ഇരുവരിലും. മനോഹരമായി ഫർണിഷ് ചെയ്ത റിസപ്ഷൻ ഏരിയയിൽ അതിനേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടി അവരെ വെൽക്കം ചെയ്തു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? ഞങ്ങൾക്ക് മിസ്റ്റർ ദേവദേവനെ കാണണം. ആയുഷ് പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടി ഒന്ന് അമ്പരന്നു. MD കാണണമെങ്കിൽ അവിടെ അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇവർ ഇതൊന്നും അറിയാത്തവരോ അതോ സാറിനോട് അത്രയ്ക്ക് ഫ്രീഡം ഉള്ളവരോ എന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയാനായില്ല. അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇറ്റ്സ് എൻ അർജന്റ് മാറ്റർ, സോ പ്ലീസ്. അപ്പോയിൻമെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ, ആവണി അരിശത്തോടെ പറഞ്ഞു. സോറി മാം, വി വോണ്ട് ടു സീ ഹിം റൈറ്റ് നൗ. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ജോലി ഉണ്ടാവില്ല. പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും വേഗം അയാളെ കാണണം എന്ന് അങ്ങനെ പറയുമ്പോൾ ആയിഷ് അപ്പോൾ ഒന്നേ ചിന്തിച്ചുള്ളൂ. ആ പെൺകുട്ടി ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവരോടായി പറഞ്ഞു, സർ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗിലാണ്. ബ്രേക്ക് ടൈമിൽ പെർമിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം, എന്നിട്ടേ കാണാൻ പറ്റൂ. എപ്പോഴാണ് ബ്രേക്ക്? 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ ബ്രേക്കാണ്. ഓക്കെ. അത്രയും നേരം വെയിറ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് ദേവദേവനെ കാണാനുള്ള അനുവാദം കിട്ടിയില്ല. ആവണിക്ക് പിന്നെ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എവിടെയാണ് ബോർഡ് റൂം? മുകളിലാണ്. 1 o'clock മീറ്റിംഗ് കഴിയും. അത്യാവശ്യമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ. ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ആയുഷ് പറഞ്ഞു. ഒരു സ്റ്റാഫ് അവരെ MDയുടെ റൂമിന് മുന്നിലുള്ള വെയിറ്റിംഗ് ഏരിയയിൽ കൊണ്ടുചെന്നിരുത്തി. അക്ഷമയോടെ അവർ അവിടെ കാത്തിരുന്നു. പക്ഷേ ആവണിക്ക് പെട്ടെന്ന് ക്ഷമ നശിച്ചു. അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മുന്നിലായി ബോർഡ് റൂം എന്ന ബോർഡ് വെച്ച ആ വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറി. ആയുഷ് അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ പെട്ടെന്നുണ്ടായ ഞെട്ടലോടെ അവൻ അവൾക്ക് പിറകെ ഓടിച്ചെന്നു. റൂമിന്റെ സെൻട്രലായുള്ള ടേബിളിന് ചുറ്റുമുള്ള കസേരകളിൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ ആരൊക്കെയോ ഇരിക്കുന്നു. മങ്ങിയ ലൈറ്റിൽ ആരെയും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവരിൽ പിടിപ്പിച്ച സ്ക്രീനിൽ പ്രൊജക്ടറിൽ നിന്നുള്ള ലൈറ്റ് ആരോ ഒരാളുടെ ഷെയ്ഡ് തീർത്തിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ആരോ അപ്പോഴേക്കും ലൈറ്റ് ഓൺ ചെയ്തു. മുറിയിൽ പ്രകാശം പരന്നു. ആവണിയെ കണ്ട് എല്ലാവരും അതിശയത്തോടെ മിഴിച്ചു നോക്കി. ആയുഷിനപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെയായി. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. ഏറ്റവും പിറകിലായി സെന്ററിൽ അവൾ കണ്ടു ആ മുഖം. ഒരു ഇലക്ട്രിക് ഷോക്ക് ആവണിയുടെയും ആയുഷിന്റെയും മേൽ വന്ന് പതിച്ചതുപോലെ അവർ ഞെട്ടി. ദേവൻ. ആയുഷിന്റെ ചുണ്ടുകൾ അതിശയത്തോടെ മന്ത്രിച്ചു. വിറങ്ങലിച്ചിരിക്കുന്ന അവരുടെ നടുവിലൂടെ ആവണി പതിയെ അടിവെച്ച് ദേവദേവന്റെ മുന്നിലായി വന്നു നിന്നു. അവൻ അറിയാതെ ചെയറിൽ നിന്നും എഴുന്നേറ്റു പോയി. ആവണിയെ അവൻ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 പേരെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആയിരിക്കുമെന്ന് അവൻ കരുതിയതേയില്ലായിരുന്നു. ആവണി, അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അത് കേട്ട് അവളുടെ ചൂണ്ടുവിരൽ വിറയലോടെ അവന് നേരെ ഉയർന്നു. ചുണ്ടുകൾ പതിയെ ചലിച്ചു. ആയുഷ്മാൻ. ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയെങ്കിലും ദേവദേവൻ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ചു. അവന്റെ കണ്ണുകൾ തന്റെ പ്രൈവറ്റ് അസിസ്റ്റന്റിന് നൽകിയ ഇൻസ്ട്രക്ഷൻസിന്റെ റിസൾട്ടായി പെട്ടെന്ന് തന്നെ ആ റൂം ഫ്രീ ആയി. അവിടെ ആവണിയും ആയുഷും അവനും മാത്രം അവശേഷിച്ചു. ആവണി തളർന്ന് ഒരു ചെയറിലേക്ക് ഇരുന്നു. തല കൈകളിൽ താങ്ങി. ആവണിക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിച്ചേക്കാമെന്ന ആശങ്ക ആയുഷിന്റെയും ദേവദേവന്റെയും മനസ്സിൽ ഭയം വിടർത്തിക്കൊണ്ടിരുന്നു.
പക്ഷെ ആവണിയുടെ മനസ്സിനെ താളം തെറ്റിക്കാൻ മാത്രമുള്ള ആധിപത്യം ആയുഷ്മാൻ അപ്പോഴേക്കും നഷ്ടപ്പെടുത്തിയിരുന്നു. കാരണം ആയുഷ്മാന്റെ മുഖം അപ്പോൾ അവളുടെ മനസ്സിൽ മഹാദേവന്റേതായിരുന്നു. പിങ്ക് കളറിൽ തണുത്ത മധുരമുള്ള ജ്യൂസ് ദേവദേവൻ ആവണിക്ക് നേരെ നീട്ടി. അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി നിയന്ത്രണം തെറ്റിയ അവൾ ആ ജ്യൂസ് തട്ടിത്തെറിപ്പിച്ച് ചാടി എഴുന്നേറ്റ് അലറി, യു ചീറ്റ്! അവന്റെ മുഖത്തേക്ക് നോക്കും തോറും അവളെ ഒരു തളർച്ച ബാധിച്ചു. ആരാണ് നീ? ആയുഷിന്റെ ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ദേവദേവൻ. നീ തന്നെയല്ലേ ആയുഷ്മാൻ? അതെ, ഞാൻ തന്നെയാണ് ആയുഷ്മാൻ. ആയുഷ് ചെറുതായി ഞെട്ടി. അവൻ ആയുഷ്മാനാണെന്ന് അംഗീകരിക്കില്ല എന്നായിരുന്നു ആയുഷ് കരുതിയത്. നീ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ, ചതിക്കുകയായിരുന്നു. അവന്റെ സംസാരം ആയുഷിനെ അരിശം കൊള്ളിച്ചു. അവൻ ടേബിളിൽ ഇരുന്ന ചില്ല് ഗ്ലാസ് എടുത്ത് തറയിലേക്ക് എറിഞ്ഞു. അവന്റെ ദേഷ്യത്തിന്റെ അടയാളം പോലെ ആ ഗ്ലാസ് പൊട്ടിത്തകർന്ന് അവിടെയാകെ ചിതറിത്തെറിച്ചു. എന്തിനാണ് നീ ചതിച്ചത്? ആയുഷ് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൻ മൗനം പാലിച്ചു. പെട്ടെന്ന് ആവണി എഴുന്നേറ്റ് അവന് നേരെ തിരിഞ്ഞു. നിനക്ക് ദേവേട്ടനെ അറിയോ? അറിയാം. അവൻ എന്നെയും അറിയാം. ആവണിയും ആയുഷും ഒരുപോലെ ഞെട്ടി. നിങ്ങൾ എങ്ങനെ? അവൾ തല വെട്ടിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു നിശ്വാസത്തോടെ ദേവദേവൻ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ ഒരിക്കൽ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആവണിയെ ഞാൻ പ്രതീക്ഷിച്ചില്ല. യാദൃശ്ചികമായാണ് എന്റെ ഫോളോവേഴ്സിൽ മഹാദേവനെ ഞാൻ കണ്ടത്. അവന്റെ പ്രൊഫൈൽ പിക് കണ്ടപ്പോൾ ആദ്യം ഞാൻ കരുതിയത് അവൻ എന്റെ ഫോട്ടോ DP ആക്കിയത് ആണെന്നാണ്. പക്ഷേ ആയുഷ്മാൻ ആരെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? എവിടെയും ഞാൻ അത് വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവനെ കണ്ടെത്തേണ്ടത് എന്റെ ആവശ്യമായി. ആ അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത് മഹാദേവന്റെ ഐഡന്റിറ്റിയിലാണ്. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. ഞാൻ തന്നെ എനിക്ക് മുന്നിൽ നിൽക്കുന്നു. എങ്ങനെ ഇത്രയും സാദൃശ്യം? പിന്നെ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തു. ആദ്യം അവനും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾ രണ്ടാളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവാം. മേ ബി വി ആർ ട്വിൻസ്. പക്ഷെ മൂവീസിലൊക്കെ കാണുന്നത് പോലെ ഞങ്ങൾ അതിന് പുറകെ പോയില്ല. കാരണം ആ അന്വേഷണം നല്ല രീതിയിൽ അവസാനിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോഴുള്ള സന്തോഷങ്ങൾ അത് ചിലപ്പോൾ ഇല്ലാതാക്കും. പക്ഷേ ഞങ്ങൾ വെറുതെയെങ്കിലും വിശ്വസിക്കുന്നു സഹോദരങ്ങളാണെന്ന്. അവൻ ഒന്ന് നിർത്തി വിഷാദം കലർന്ന ചെറു ചിരിയോടെ തുടർന്നു. അവൻ എന്റെ വീട്ടിലേതാണെന്ന് ഞാനും, ഞാൻ അവന്റെ വീട്ടിലേതാണെന്ന് അവനും. കേൾക്കുന്നതൊക്കെ വിശ്വസിക്കാൻ ആവണിക്കും ആയുഷിനും പ്രയാസം തോന്നി. പക്ഷെ നീ എന്തിന് ആയുഷ്മാന് മഹാദേവന്റെ ഐഡന്റിറ്റി നൽകി? എല്ലാം അറിഞ്ഞിട്ടും ആവണിയെക്കുറിച്ചും? അവൻ ആവണിയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് അപ്പോൾ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. ഒരു ടെഡി ബെയർ പോലെ അവൾ വെറുതെ നോക്കി നിന്നു. എല്ലാം ദേവനും അറിയാമല്ലോ, പിന്നെന്താ? അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഞാനാണ് ആയുഷ്മാനെന്ന് അറിഞ്ഞിരുന്നെങ്കിലോ നിങ്ങളുടെ വീട്ടിൽ എന്താവും? വലിയൊരു പ്രോബ്ലം ആവും. അവനത് ആഗ്രഹിക്കുന്നില്ല, ഞാനും. പിന്നെ അതിനുള്ള കാരണം എന്റെ സ്വാർത്ഥത തന്നെയാണ്. അറിയാതെ പോലും എന്റെ അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. നീ ആവണിയെക്കുറിച്ച് ഓർത്തില്ലേ? അവൾ ആയുഷ്മാനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നീ എന്തേ ഓർത്തില്ല? യെസ്, ഓർത്തു. അവൾക്ക് ആയുഷ്മാനോടുള്ള സ്നേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. ആയുഷ് ടേബിളിൽ കൈകൾ ഊന്നി നിന്ന് ഇഷ്ടക്കേടോടെ തല വെട്ടിച്ചു. മതി, പോവാം. എല്ലാം കേട്ടുനിന്ന് ആവണി പറഞ്ഞു. ആവണി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ആയുഷ് അവളുടെ പിറകെ ചെന്നു. വാതിക്കലെത്തി തിരിഞ്ഞു നിന്ന് ദേവദേവനെ നോക്കി പറഞ്ഞു, നീ ചിലതെല്ലാം ഒളിപ്പിക്കുന്നുണ്ട്. പിന്നെ തിരിഞ്ഞു നടന്നു. ദേവദേവൻ ചെറിയൊരു പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു, അതെ ആയുഷ്, പക്ഷേ അത് പറയേണ്ട സമയം ആയിട്ടില്ല. ദേവേട്ടാ, എനിക്കൊന്ന് കാണണം. അവളുടെ ആ വാക്കുകൾ അവനിൽ ഒരേ സമയം ഭയവും ആശ്വാസവും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്തോ തക്കതായ കാരണമുണ്ട്. അല്ലെങ്കിൽ അവൾ നേരിൽ കാണണം എന്ന് പറയില്ല. എന്താവും? ഇന്നലെ അവൾ വിളിച്ചതു മുതൽ ഈ നേരം വരെ എന്തിന് അവളെ കാണുന്നതുവരെ തനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അവന്റെ കാർ ഗേറ്റ് കടന്ന് ആ സ്റ്റാർ ഹോട്ടലിന്റെ എൻട്രൻസിൽ വന്ന് നിന്നു. അവനെ കാത്തു നിന്നിട്ടെന്ന പോലെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഓടി വന്നു. ആയുഷിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണെന്ന് ആവണി അവനെ അറിയിച്ചിരുന്നു. മഹാദേവൻ സർ? അതെ. സർ എന്ന ആ സംബോധന അവനിൽ ഒരുതരം അരോചകത്വം ഉളവാക്കിയെങ്കിലും അത് മറച്ചുപിടിച്ച് അവൻ പറഞ്ഞു, വരൂ സർ. അവൻ കീ ഏൽപ്പിച്ച ശേഷം അയാളുടെ പിന്നാലെ ചെന്നു. റിസപ്ഷനിൽ ദേവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാൾ പോയി.
അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് അവനെ അവനായി റിസർവ് ചെയ്തിരിക്കുന്ന റൂമിലെത്തിച്ച് തിരിച്ചുപോയി. ചെവിയോട് ചേർന്നിരുന്ന ഫോൺ റിസീവർ തിരികെ വെച്ച് തന്റെ മുന്നിലെ ചെയറിൽ ആകാംക്ഷയോടെ ഇരിക്കുന്ന ആവണിയോട് ആയുഷ് പറഞ്ഞു, ദേവൻ എത്തി. ചെന്ന് കാണൂ. അവൾ എഴുന്നേറ്റു. നെഞ്ചിടിപ്പിന്റെ താളം മുറുകുന്നത് അവൾ അറിഞ്ഞു. നാളുകൾക്ക് ശേഷം താൻ ദേവനെ കാണുകയാണ്. ആ പഴയ സ്വാതന്ത്ര്യം ഇന്നും അവിടെ ഇല്ല എന്ന് ഓർക്കും തോറും അവളിൽ സങ്കടം വന്ന് മൂടി. കോളിംഗ് ബെൽ കേട്ട് ദേവൻ ഞെട്ടിത്തിരിഞ്ഞു. ഒരു വാതിലിനപ്പുറം അവളുണ്ട്. അവന്റെ ഹൃദയതാളം മുറുകി. വിറയ്ക്കുന്ന കൈകളോടെ ദേവൻ വാതിൽ തുറന്നു. സർ, യു ഹാവ് എ ഗസ്റ്റ്. യൂണിഫോം ഇട്ട സ്റ്റാഫ് അവനെ അറിയിച്ചിട്ട് തിരികെ നടന്നു. ദേവൻ വാതിലടയ്ക്കാതെ തന്നെ അകത്തേക്ക് നടന്നു. ആവണി ഒന്ന് ദീർഘമായി നിശ്വസിച്ച് അകത്ത് കടന്ന് വാതിലടച്ചു. പുറംതിരിഞ്ഞു നിൽക്കുന്ന ദേവൻ അവളുടെ കാലടികൾ അടുത്തു വരുന്നത് അറിയുന്നുണ്ടായിരുന്നു. ദേവേട്ടാ, ഒരു നിശ്വാസം പോലെ അവൾ വിളിച്ചു. അവളുടെ ശബ്ദം അവന്റെ കാതുകളിൽ പതിച്ച നിമിഷം ആ മുറിയിൽ കുളിർമഞ്ഞു പെയ്തു. അതിന്റെ തണുപ്പിൽ ആവണിയും ദേവനും ഒരുപോലെ നനഞ്ഞു. ദേവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവരുടെ മിഴികൾ തമ്മിൽ കോർത്തു. ആവണിയുടെ മുഖത്ത് വിരിഞ്ഞു നിന്ന പുഞ്ചിരിക്കിടയിലും ആ ചുണ്ടുകൾ വിതുമ്പാൻ വെമ്പുന്നത് അവൻ കണ്ടു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു. 1000 കാതങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുപോയ ചിത്രശലഭം വീണ്ടും ദേവൻ എന്ന സൗരഭ്യം തേടി അവൻ അരികിലേക്ക്. അവളുടെ തൊട്ടുമുന്നിലായി അവൻ വന്നു നിന്നു. അവന്റെ നിശ്വാസത്തിന്റെ ചൂട് അവളുടെ തിരുനെറ്റിയിൽ പൊള്ളലേൽപ്പിച്ചു. ദേവൻ ആ നിമിഷം അവനെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ദേവന്റെ സാമീപ്യം ആവണിയെ ഒരു മായാലോകത്തേക്ക് എത്തിച്ചു. അവളുടെ മുഖം അവൻ തന്റെ കൈകളിൽ കോരിയെടുത്തു. അവന്റെ മുഖം അവൾക്ക് നേരെ കുനിഞ്ഞു. വിറയാർന്ന അധരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു. ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും ആ അധരങ്ങൾ അവളുടെ നീർനിറഞ്ഞ നയനങ്ങളെ തഴുകി വിടർന്ന നാസികയിൽ ചുംബിച്ചു. അവളുടെ തന്നെ കണ്ണുനീരിന്റെ ഉപ്പുരസം ചുണ്ടുകളിൽ അമർന്ന ദേവന്റെ അധരങ്ങളിലൂടെ അവൾ അറിഞ്ഞു. ആവണി. എപ്പോഴൊക്കെയോ അവന്റെ ചുണ്ടുകൾ പുലമ്പിക്കൊണ്ടിരുന്നു. ഒരൊറ്റ ആവേശത്തിൽ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് കൈകൾ കൊണ്ട് പൊതിഞ്ഞു. അവന്റെ കൈകളുടെ കരുത്തിനുള്ളിൽ ആ ശരീരത്തിന്റെ ചെറു ചൂടിൽ അവന്റെ നെഞ്ചിന്റെ താളം അവളുടെ കാതുകളിൽ വന്നലച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീർ അവന്റെ വിരിഞ്ഞ മാറിൽ പെയ്തിറങ്ങി. അവളുടെ കൈകൾ അവനെ ചുറ്റി മുതുകിൽ അമർന്നു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം അവരെ വീണ്ടും ഭൂമിയിലേക്ക് എത്തിച്ചു. ദേവൻ ചെന്ന് വാതിൽ തുറന്നു. ആയുഷ്, ഞാൻ അകത്തേക്ക് വരട്ടെ? വരൂ. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. മിഴുനീരുണങ്ങാത്ത ആവണിയുടെ മുഖം കണ്ട ആയുഷ് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. എന്താ ആയുഷ് കാര്യം? എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടോ? ഉണ്ട് ദേവ. ദേവന്റെ മുഖത്ത് ഒരു ചോദ്യം ഉയർന്നു. ആയുഷ് ആവണിയെ ഒന്ന് നോക്കിയ ശേഷം ദേവനോടായി പറഞ്ഞു. ഞങ്ങൾ ആയുഷ്മാനെ കണ്ടു. ദേവനിൽ ഞെട്ടലുണ്ടായി. യു മീൻ ദേവദേവൻ? ഇത്തവണ ആ ഞെട്ടൽ അവന്റെ മുഖത്ത് വ്യക്തമായി. ചതിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടാളും ചേർന്ന്. ആയുഷിനെ പറഞ്ഞു തീർക്കാൻ ദേവൻ അനുവദിച്ചില്ല. അല്ല, ഒരിക്കലുമല്ല. ഇവളെ ചതിക്കാൻ എനിക്ക് കഴിയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പിന്നെ നിനക്കറിയാമായിരുന്നു ആയുഷ്മാൻ ആരാണെന്ന്. എന്നിട്ട് നീ എന്തിനാണത് മറച്ചുവെച്ചത്? ദേവൻ ആവണിയെ നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? ഞാൻ എങ്ങനെ പറയണമായിരുന്നു? ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു റിലേഷനുണ്ട്. പക്ഷേ അതിനൊരു ഉറപ്പുമില്ല. ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല. അത് അറിയാൻ ശ്രമിച്ചാൽ തറവാട് മുഴുവൻ ചിലപ്പോ വലിയൊരു ആപത്തിൽ ചെന്ന് പെട്ടാൽ. അതുകൊണ്ട് ഞാനത് ആദ്യം മറച്ചുവെച്ചു. പിന്നെ ഇവളെ ആയുഷ്മാനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലായ്പ്പോഴും ഞാൻ തോറ്റുപോയി. ഇവളുടെ മെന്റൽ ഡിപ്രഷൻ ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത വിധം എന്നെ തോൽപ്പിച്ചു. പക്ഷേ അവസാനം നീ ആയുഷ്മാനെ കണ്ടെത്തി. റിസൾട്ട് പറയുന്ന നിമിഷം എന്റെ മുഖമാണ് സ്ക്രീനിൽ തെളിയുക എന്ന് എനിക്കറിയാമായിരുന്നു. വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാനും. എന്നാലും ആവണിയെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ലായിരുന്നു. പക്ഷേ അവൻ ചതിച്ചു. അവന്റെ പേരിനു പകരം മഹാദേവൻ എന്നാണ് അവൻ പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചില്ലേ? ഉവ്വ്. എന്നിട്ട് എന്തു പറഞ്ഞു? അവനപ്പോൾ അങ്ങനെയാണത്രേ തോന്നിയത്. ആവണിയും ആയുഷും പരസ്പരം നോക്കി. പക്ഷെ അതല്ല കാര്യം. മറ്റെന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നീട് ഞാൻ അതിനൊന്നും പിറകെ പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ഇവൾ അവിടെ നിന്നും പോന്നതോടെ ദേവൻ മുഴുവനാക്കാതെ നിർത്തി. ആവണിയുടെ നെഞ്ചിൽ ഒരു വേദന പടർന്നു പിടിച്ചു. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തടയാഞ്ഞതെന്തേയെന്ന് അവൾ ചോദിക്കാതെ ചോദിച്ചു. അതെ, മറ്റെന്തോ ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കണ്ടെത്തണം, ആയുഷ് ചിന്തിച്ചു.